कि यार जो भी तूने कैसे किया रे जिया को मेरे बांध ऐसे ഹലോ എവ്രി വൺ, ഹോപ്പ് യു ഓൾ ആർ ഡൂയിങ് ഗുഡ് ആൻഡ് ഗ്രേറ്റ്. ഇത് ഞാൻ ക്ലാസ് കഴിഞ്ഞ് വന്നിരിക്കുന്ന ഒരു കോലാണ്. ഇത് ശരിക്കും ഈവനിങ് അല്ല, ഉച്ചയ്ക്ക് ക്ലാസ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് അങ്ങോട്ടുള്ളൊരു വ്ളോഗാണ് ഞാൻ എടുത്തത്. അത്ര ഉച്ചയല്ല, 2 മണി 2:30 ഒക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ID കാർഡ് അയച്ചിട്ടു. എന്നിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്, ഇന്ന് എന്തൊക്കെ പണികൾ ചെയ്യാനുണ്ടെന്ന് ആലോചിച്ചിട്ട് കുറേ വർക്ക് ഉണ്ട് ചെയ്യാൻ. അപ്പോൾ ഞാൻ വരുന്ന വഴിക്ക് ചിക്കൻ ഫ്രൈഡ് റൈസ് പാർസൽ മേടിച്ചിട്ടുണ്ടായിരുന്നു. എനിക്കാണെങ്കിൽ നല്ല വിശപ്പുണ്ട്. ഞാൻ രാവിലെ ഒന്നും കഴിച്ചിട്ടില്ല, അപ്പോൾ ഒന്നും മര്യാദക്ക് കഴിച്ചിട്ടില്ല. അപ്പോൾ നല്ല വിശപ്പുണ്ടായിരുന്നു എനിക്ക്. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ച് ഫ്രൈഡ് റൈസ് മേടിച്ചിട്ട് വരാമെന്ന്. അപ്പം ബാക്കിയുള്ള പണികളൊക്കെ ഞാൻ വിചാരിച്ചു ഫുഡ് കഴിച്ചിട്ട് മതി. എന്ത് പണി, ഞാൻ ഡ്രസ്സ് പോലും മാറ്റിയിട്ടിട്ടില്ലായിരുന്നു. ഞാൻ ജീൻസിൻ്റെ സ്കേർട്ടൊക്കെ അതേപോലെ ഇട്ടിട്ടാണ് ഞാൻ ഫുഡ് കഴിക്കുന്നത്. കാരണം എനിക്ക് വിശന്നിട്ട് വെയ്യ, കുടൽ കത്തുക എന്നൊക്കെ പറയില്ലേ, ആ ഒരു അവസ്ഥയിലും. അങ്ങനെ ഞാൻ കുറച്ച് ഫ്രൈഡ് റൈസ് എടുത്തിട്ട് കഴിച്ച് അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ എൻ്റെ ബാക്കി പണികൾക്ക് നിന്ന്. അപ്പോൾ ഞാൻ ഫസ്റ്റ് തന്നെ കുറേ മെസ്സായിട്ട് കിടക്കുന്നുണ്ടായിരുന്നു. രാവിലെ റെഡി ആയി പോയതുകൊണ്ട് ഈ ദിവസത്തെയാണ് ഞാൻ ഗെറ്റ് റെഡി വിത്ത് ഇട്ടത്. അപ്പോൾ അത്യാവശ്യം കുറച്ച് ഗെറ്റ് റെഡി ആയി പോയതുകൊണ്ട് തന്നെ കുറച്ച് മെസ്സ് ഉണ്ടായിരുന്നു ടേബിൾ മേൽ. പിന്നെ ഇതൊക്കെ നമുക്ക് വെട്ടി ഒട്ടിക്കാനുള്ള പിക്ചേഴ്സാണ്. ഇതൊക്കെ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഫുള്ള് ഇങ്ങനെ ഫിലിമും സീരീസും അതൊക്കെ ഇങ്ങനെ പഠിക്കാനും ഒട്ടിക്കാനും എന്നൊക്കെ. അതന്നെ. പിന്നെ ഇത് മിന്ത്രയിൽ ഞാൻ ഓർഡർ ചെയ്തിട്ടുള്ളത് ക്യാമിസോളായിരുന്നു, ഒരു വൈറ്റ് കളറ്. അപ്പോൾ അത് സ്പീഡ് ഡെലിവറി ആയിരുന്നു, അപ്പോൾ നമുക്ക് പെട്ടെന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് അൺബോക്സ് ചെയ്യാനുണ്ട്. അപ്പോൾ ഞാൻ അങ്ങനെ ക്ലാസ് കഴിഞ്ഞ് വന്നപ്പോൾ താഴെ നിന്ന് എടുത്തിട്ട് വന്നാണ് റിസപ്ഷനിൽ നിന്ന്. പിന്നെ ഈ വാട്ടർ ബോട്ടിൽ എന്നോട് കുറേ പേര് എവിടുന്നാന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു കമൻറ്റ് ബോക്സിൽ. ഇത് ഞാൻ ആക്ച്വലി SM സ്ട്രീറ്റിൽ നിന്ന് മേടിച്ചാണ്, പക്ഷേ ഇതിൻ്റെ സിമിലർ വൺസ് ഞാൻ മീഷോയിൽ നോക്കിയപ്പോൾ കണ്ടിട്ടുണ്ടായിരുന്നു. ഞാൻ ലിങ്ക് വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. അങ്ങനെ ഞാൻ മേക്കപ്പ് പ്രോഡക്റ്റ്സ് ഒക്കെ പൊറുക്കി കൂട്ടിയിട്ട് ഞാൻ ഈ പൗച്ചിൻ്റെ ഉള്ളിൽ വെച്ച്. പിന്നെ അടുത്തടുത്ത് കുറച്ച് കൊറിയേഴ്സൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അത് അൺബോക്സ് ചെയ്ത കുറച്ച് എന്താ പറയുക ചപ്പും ചവറുകളും ഉണ്ടായിരുന്നു. പിന്നെ എൻ്റെ സ്കിൻ കെയർ സംഭവങ്ങളൊക്കെ അതും ഞാൻ എൻ്റെ ഈ ഒരു പൗച്ചിൽ വെച്ചു. ഇതൊരു കോസി കെയറിൻ്റെ സെറമാണ്. ആക്ച്വലി എനിക്ക് കൊളാബിന് കിട്ടിയതാണ്, യൂട്യൂബിലേക്കല്ല, ഇൻസ്റ്റഗ്രാമൊക്കെ. അതുകൊണ്ട് ഇതിൻ്റെ റിവ്യൂ ഞാൻ യൂട്യൂബിൽ ഇടലുണ്ടാവില്ല. ഞാൻ എന്തായാലും യൂസ് ചെയ്തിട്ടുള്ള റിവ്യൂ എന്നതിലൊക്കെ ഇടുന്നുണ്ട്. കാരണം എനിക്ക് കോസി കെയർ എനിക്ക് ഇഷ്ടമുള്ളൊരു ബ്രാൻഡാണ്. ആക്ച്വലി നമ്മൾ ടാനിങ്ങിനൊക്കെ വർക്ക് ചെയ്യുന്നൊരു ബ്രാൻഡാണ് കോസി കെയർ എന്ന് പറഞ്ഞാൽ. ഓരോ മറ്റേ സാധനമൊക്കെ കോസിക്കാരൻ്റെ ക്രീമൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ അടിപൊളിയാണ്. അപ്പോൾ സെറം അടിപൊളിയായിരിക്കണം. ഞാൻ എന്തായാലും യൂസ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്തിട്ട് ഞാൻ പറയാം. അങ്ങനെ വേറെ കുറച്ച് ചപ്പും ചവറും ഉണ്ടായിരുന്നു. അത് തിന്നേണ്ടും അങ്ങനെ അതൊക്കെ ഞാൻ ഒന്ന് പൊറുക്കി വെച്ച് ഒരു കവർക്ക് ഇട്ടു. ഇനി നമുക്ക് ടേബിൾ തുടക്കണം, അങ്ങനത്തെ കുറച്ച് പരിപാടികളാണ് ഉള്ളത്. ഫ്രൈഡ് റൈസ് നല്ല ക്വാണ്ടിറ്റി ഉള്ളതുകൊണ്ട് ഇന്നെപ്പോലെ ഒരാൾക്ക് സുഖമായിട്ട് 2 നേരം കഴിക്കാൻ പറ്റും. അപ്പോൾ വൈകുന്നേരം കഴിക്കാനുള്ള ഞാനൊരു കവറിലെടുത്തിട്ട് വേറെ സൈഡിലേക്ക് മാറ്റി വെച്ചു. പിന്നെ എൻ്റെ ബാക്കി ഈ പശ ഞാൻ വരുന്ന വഴിക്ക് മേടിച്ചാണ്. ഇതില്ലെങ്കിൽ എനിക്ക് ഒട്ടിക്കൽ നടക്കില്ല. ഇതില്ലാത്തതുകൊണ്ട് എനിക്ക് ഒരു റെക്കോർഡ് ബുക്ക് ഒന്ന് സബ്മിറ്റ് ചെയ്യാൻ പോലും പറ്റിയിട്ടില്ലേനു. അങ്ങനെ പിന്നെ ഞാൻ എൻ്റെ വെറ്റ് വൈപ്സ് എടുത്ത്, വേറെ ക്ലോത്ത് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ടേബിൾ തുടക്കാൻ വെറ്റ് വൈപ്സ് തന്നെയാണ് യൂസ് ചെയ്യൽ. അപ്പോൾ അതൊക്കെ ഒന്ന് തുടച്ചൊന്ന് വൃത്തിയാക്കിയിട്ടൊക്കെ ഒന്ന് ഒതുക്കി വെച്ചു. ഇനി അല്ലെങ്കിൽ നമുക്ക് ഇത് ഒതുക്കി വെച്ചിട്ടില്ലെങ്കിൽ ഈ ഒരു ടേബിൾ തന്നെ ഉള്ളൂ. ഫുഡ് കഴിക്കണമെങ്കിലും റെഡി ആവണമെങ്കിലും എഴുതണമെങ്കിലും എല്ലാത്തിനും ഈ ഒരു ടേബിളല്ലേ. അങ്ങനെ അതൊക്കെ ഒന്ന് ഒതുക്കി വൃത്തിയാക്കി വെച്ചിട്ട് ഞാൻ എൻ്റെ ക്യാമിസോൾസ് ഓപ്പൺ ചെയ്യാൻ തന്നെ. ഇതൊരു 160 റേറ്റിനുള്ളൊരു സംഭവമായിരുന്നു. മെയിൻലി സ്പീഡ് ഡെലിവറി കണ്ടിട്ട് പോസ്റ്റ് ചെയ്തിരുന്നു. കാരണം എനിക്കിതിൻ്റെ പിറ്റേ ദിവസത്തെ പിറ്റേ ദിവസമാണ് പരിപാടിക്ക് ആവശ്യമുണ്ടായിരുന്നു, അതുകൊണ്ട് എടുത്തേനു. ഇത് നമുക്ക് സോഫയിലുള്ള മെസ്സിലോട്ട് കിടക്കാം. ഫസ്റ്റ് തന്നെ ഈ ഒരു ടോപ്പ് എനിക്ക് കൊളാബിന് വേണ്ടിയിട്ട് അയച്ചു തന്നിരുന്നു. പേജിൻ്റെ പേര് യാറ ക്ലോത്തിങ്. ഒരു കോട്ടൺ ക്ലോത്തിലുള്ളൊരു ഷോർട്ടായിട്ടുള്ളൊരു ടോപ്പാണ്. ഷോർട്ട് മീൻസ് നമ്മളിപ്പോഴത്തെ ട്രെൻഡിങ് കളിക്കുന്ന ഒരു സാധനം ഉണ്ടല്ലോ, അത്. പേജിൻ്റെ പേര് യാറ ക്ലോത്തിങ് എന്നാണ്. അങ്ങനെ പിന്നെ ജീൻസിൻ്റെ സ്കേർട്ടും തട്ടങ്ങളും കുറേ സാധനം മടക്കി വെക്കാണ്ടിരുന്നു. ഞാൻ പറഞ്ഞില്ല, ഞാൻ ഇങ്ങോട്ട് എക്സാമിനൊക്കെ വേണ്ടിയിട്ട് മാത്രം വന്നതായതുകൊണ്ട് കുറച്ച് ഡ്രസ്സേ ഉള്ളൂ. അപ്പോൾ ഉള്ള ഡ്രസ്സൊക്കെ മടക്കി ഒതുക്കി വെച്ചാലെങ്കിൽ പിറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും തല തെറിച്ച് ഒക്കെ മിക്സാക്കി ഇടലാണ് ഞാൻ. ഇത് പിന്നെ ഞാൻ ലാസ്റ്റ് കിൻഡർ ജോയ് തിന്നപ്പം അതിന് എനിക്ക് കിട്ടിയ ജാസ്മിനാണ്. ആക്ച്വലി എനിക്ക് നാട്ടിൽ നിന്ന് തിന്നപ്പം സിൻഡ്രലിനെയും കിട്ടിയിട്ടുണ്ടായിനി. പിന്നെ വേറൊരു മോനനെയും കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ അത് പൊടുകയാണാവോ, ഇതിനെന്തായാലും ഞാൻ ഇനി വിടൂല. ഞാൻ ടേബിളിൽ തന്നെ കൊണ്ടുപോയി വെച്ചിരിക്കണം. പിന്നെ ഞാൻ സെപ്റ്റോന്ന് എന്തോ ഓർഡർ ചെയ്തിട്ട് ബിങ്കോയും കൂടെ ഉണ്ടായിരുന്നു, അത് ഞാൻ ഷെൽഫിലേക്ക് എടുത്ത് വെച്ചു. പിന്നെ എൻ്റെ ബാഗ് ഓപ്പണിങ് ചെയ്ത് ഇതിൽ നിങ്ങൾക്ക് കാണാം വാട്ട്സ് ഇൻ മീ ബാഗൊക്കെ. അങ്ങനെയൊന്നും ഇല്ല കേട്ടോ, അങ്ങനെയൊന്നും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നില്ല. റെക്കോർഡ് ബുക്കൊക്കെ എടുക്കണം, അത്രേ ഉള്ളൂ. 2 പ്രാക്ടിക്കലാണ് നമുക്ക് ഈ സെമസ്റ്ററിലുള്ളത്. അപ്പം 2 പ്രാക്ടിക്കൽ എക്സാമും 2 പ്രാക്ടിക്കൽ റെക്കോർഡ് ബുക്കും ഉണ്ടാവും. അപ്പം ഇതാണ് നമുക്ക് സബ്മിറ്റ് ചെയ്യാണ്ടാവുക. അല്ലെങ്കിൽ എല്ലാ സെമസ്റ്ററിലും ഒന്നെങ്കിൽ നമുക്ക് ഷോർട്ട് ഫിലിം അല്ലെങ്കിൽ ഡോക്യുമെൻ്ററി അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമുക്ക് ഉണ്ടാക്കിയിട്ട് സബ്മിറ്റ് ചെയ്യണ്ടാവും. ഇപ്രാവശ്യം എല്ലാവരും ഇൻറ്റേൺഷിപ്പൊക്കെ പോയതുകൊണ്ട് നമുക്കത് ഉണ്ടാക്കിയിട്ടൊന്നും സബ്മിറ്റ് ചെയ്യാനില്ല. ഉണ്ടെങ്കിൽ ഒരു സീരിയലായിരുന്നു നമുക്ക് ഇപ്രാവശ്യം ഉണ്ടായിരുന്നു, സോപ്പ് ഒപ്പേര 7 എപ്പിസോഡ് ഉണ്ടാക്കിയിട്ട് നമുക്കത് സബ്മിറ്റ് ചെയ്യാനായിരുന്നു പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇൻറ്റേൺഷിപ്പിന് പോയതുകൊണ്ട് ആർക്കും ടൈം
ടൈം കിട്ടാത്തതുകൊണ്ട് അത് സ്കിപ്പ് ചെയ്തു. അതിൻ്റെ സ്ക്രിപ്റ്റ് മാത്രം എഴുതിയാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ഇതാണ് എൻ്റെ 2 ബുക്ക്. ഒരു ബുക്ക് എല്ലാതും എഴുതി വെക്കും, മറ്റേത് എനിക്ക് ഫെയർവെല്ലിന് ടീച്ചറിൻ്റെ വക കിട്ടിയതായിരുന്നു, എല്ലാവർക്കും കിട്ടിയപ്പോൾ ഗിഫ്റ്റ്. അപ്പോൾ അതിലാണ് ഇപ്പം ഞാൻ പുതിയതായിട്ട് എൻ്റെ കൊലാബിൻ്റെ കാര്യങ്ങളും എന്തൊക്കെ വീഡിയോസ് പോസ്റ്റ് ചെയ്യണം, വീഡിയോസിൻ്റെ പ്ലാനിങ്ങും എല്ലാ സംഭവവും ഞാനിപ്പോൾ ഈ ബുക്കിലാണ് എഴുതി വെക്കുന്നത്. ഇനിയിപ്പോൾ ഞാൻ വിചാരിക്കുന്നത് ഡെയിലി എങ്കിലും ഇങ്ങനെ വീഡിയോസ് ഇടണം എന്നൊക്കെ സംഭവം. ഇനിയിപ്പോൾ കോളേജ് കഴിഞ്ഞിട്ട് പോയാൽ ഞാൻ കുറച്ച് കാലം ഞാൻ വീട്ടിൽ വെറുതെ ഇരിക്കും, അതെനിക്ക് മാക്സിമം യൂട്ടിലൈസ് ചെയ്യണമെന്ന് നല്ല ആഗ്രഹമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതൊക്കെ പിന്നെ എനിക്ക് എന്തൊക്കെ കൊളാബറേഷൻസ് വർക്കാണ് ഇനി ഉള്ളത് എന്നാണ്. കാരണം എനിക്ക് എക്സാം തുടങ്ങാൻ പോകണം, എനിക്ക് ഭ്രാന്തായിരിക്കും, എല്ലാം കൂടെ ഭയങ്കര ഹെക്റ്റിക്കായിരിക്കും. അപ്പോൾ ഇതൊക്കെ ഞാൻ ഏതെങ്കിലും ഒന്ന് മിസ്സായി പോയാൽ അതിൻ്റെ ഇഷ്യൂ വേറെ ആയിരിക്കും. നിങ്ങൾ വിചാരിക്കും ഭയങ്കര സുഖമാണ് കൊളാബറേഷൻ ഇങ്ങനെ ചെയ്താൽ മതിയെന്ന്, പക്ഷെ അങ്ങനെയല്ല, ഇത് ഭയങ്കര ഹെക്റ്റിക്കാണ്. ഓരോന്നിനും ഓരോ ടൈമിലേനും ഓരോരുത്തർ പ്രൊഡക്റ്റ് അയച്ച് 2 ദിവസം കൊണ്ട് വീഡിയോ ചെയ്ത് കൊടുക്കണം. ഈ 2 ദിവസം എനിക്ക് വേറെ എന്തെങ്കിലും തിരക്കാണെങ്കിൽ അതിൻ്റെ സീൻ വേറെ, അങ്ങനെയൊക്കെ ആയിരിക്കും. അങ്ങനെ പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ ഒരു റെക്കോർഡ് ബുക്കിൽ, ഇത് മീഡിയ ക്രിറ്റിസിസം എന്ന് പറഞ്ഞിട്ടുള്ളൊരു പേപ്പറാണ്, അതിൻ്റെ റെക്കോർഡ് ബുക്കാണ്. അപ്പോൾ നിങ്ങൾ ഈ ഫോട്ടോസ് കാണുമ്പോൾ വിചാരിക്കും ഫുള്ള് ഫിലിം, അതൊക്കെ ഒട്ടിച്ചാൽ മതി, എന്തൊരു സുഖമാണെന്നൊക്കെ. ഇത് സംഭവം ഓരോന്ന് എഴുതാൻ പറഞ്ഞപ്പോൾ എനിക്ക് ഇഷ്ടമുള്ള മൂവീസ് മാത്രം എടുത്തിട്ട് ഞാൻ എഴുതിയതാണ്. ആ ഒരു ടോപ്പിക്കിൽ എൻ്റെ ഇഷ്ടമുള്ള മൂവീസ് ആഡ് ചെയ്തിട്ട് എഴുതിയതാണ്. ഇതാണ് എൻ്റെ ടോപ്പ് ഫേവറേറ്റ് മൂവീസ് ടു ഓൾ ദ ബോയ്സ് ഐ ഹാവ് ലവ്ഡ് ബിഫോർ എന്നുള്ള പറഞ്ഞിട്ടുള്ള മൂവി. നിങ്ങളിത് കണ്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യണം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ ഇല്ല എന്നുള്ളത്. നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ എന്തായാലും നിങ്ങൾ ഈ മൂവി പോയിട്ട് കാണണം, എന്നിട്ട് കമൻറ്റ് ചെയ്യണം നിങ്ങളുടെ റിവ്യൂ എന്താണെന്നുള്ളത്. നെറ്റ്ഫ്ലിക്സിൽ അവൈലബിൾ ആണ്. ആക്ച്വലി 3 സീസൺ ഉണ്ട്, 3 പാർട്ടുണ്ട് ഈ മൂവിക്ക്. എല്ലാം അടിപൊളിയാണ്, എന്തായാലും നിങ്ങൾ കാണാൻ ഭയങ്കര ഫീൽ ഗുഡാണ്. നല്ലൊരു ലവ് സ്റ്റോറി ഉള്ളൊരു മൂവിയാണ്, ഭയങ്കര ക്യൂട്ടായിട്ടുള്ള മൂവിയാണ്. നിങ്ങൾ എന്തായാലും പോയിട്ട് കാണണം. അപ്പോൾ പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ ഓരോന്നെടുത്ത് ഒട്ടിക്കാൻ തുടങ്ങിയത്. ആക്ച്വലി ക്രൈം ത്രില്ലറിൽ കുറച്ച് മൂവി, റൊമാൻറ്റിക്കിൽ കുറച്ച് മൂവി, കോമഡിയിൽ കുറച്ച് മൂവി, അങ്ങനെയാണ് ഞാൻ ഇത് പൊട്ടിക്കുന്നത്. അതിന് മുന്നേ ഒട്ടിച്ചിട്ടുണ്ടായിരുന്നത് എൻ്റെ ഒരു മൂവിൻ്റെ ഓപ്പണിംഗ് മോണ്ടേജ് അനലൈസ് ചെയ്തിട്ടാണ് ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നത്. പിക്ചേഴ്സ് കാണുമ്പോൾ സുഖമായിരിക്കും, അവിടെ എന്തൊക്കെയാണ് എഴുതി വെക്കാനുള്ളത്. അങ്ങനെ അത് കംപ്ലീറ്റായി. അങ്ങനെ പിന്നെ ഇത് ഏത് മൂവിത്താൽ നിങ്ങൾ ഗസ് ചെയ്യണം. ഇത് രണ്ടും 8th ആണെന്നുള്ളത്. അങ്ങനെ അത് കഴിഞ്ഞു. ഇനിയാണ് നമ്മൾ മെയിൻ കലാപരിപാടിയിലേക്ക് കടക്കാൻ പോകുന്നത്. അതിന് മുന്നേ ഇത് ഞാൻ ക്ലാസ്സിൽ ഇരുന്നിട്ടും രാവിലെ പോയിട്ട് ഈവനിങ് വരെ എനിക്ക് പണി ഇരുന്ന് എഴുതലായിരുന്നു. എന്നിട്ടും എഴുതിയിട്ടും തീരുന്നില്ല എന്ന് പറഞ്ഞിട്ടൊരവസ്ഥ. എന്താ അത് എഴുതിയിട്ട് ഇപ്പം ഇത് 5:30 ഞാൻ എഴുതാൻ തുടങ്ങി. അപ്പം 6:30 ആകുമ്പോഴേക്കും ഒരു എപ്പിസോഡ്, മൊത്തം 7 എപ്പിസോഡ് തീർക്കാണ്ടല്ലോ. ഇത് ആക്ച്വലി ഫസ്റ്റ് എപ്പിസോഡിൻ്റെ ബാക്കിയാണ് ഞാൻ എഴുതുന്നത്. അപ്പോൾ 5:30 തുടങ്ങി 6:30 ആകുമ്പോൾ തീരാ. പക്ഷേ 7 മണിയായി ഞാനത് ഒരു എപ്പിസോഡ് കംപ്ലീറ്റ് ആക്കിയപ്പം എൻ്റെ ഒരു അവസ്ഥയിലേക്ക്. ഒന്നാമത് കൈ നല്ല വേദന ഉണ്ട്, പൊള്ളട്ടിരുന്നു കൈ കിട്ടുക. അപ്പം ഓവറായിട്ട് പിടിച്ചിട്ട് എഴുതാനും പറ്റണില്ല. പിന്നെ ആകെ ഒരു അൽക്കുലത്ത്. അങ്ങനെ പിന്നെ 7 മണിയപ്പോൾ ഞാൻ ഒന്ന് റെസ്റ്റ് എടുത്തു. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള ഫ്രൈഡ് റൈസിൻ്റെ കാര്യം എനിക്ക് അപ്പോഴാണ് ഓർമ്മ വന്നത്. ഫ്രൈഡ് റൈസ് കാണുമ്പോൾ പിന്നെ ഞാൻ നെറ്റ്ഫ്ലിക്സ് ചില്ലായിരിക്കും. നെറ്റ്ഫ്ലിക്സിൽ ഇങ്ങനെ എന്തെങ്കിലും കണ്ടിട്ട് ഇങ്ങനെ കാണാമെന്ന് വിചാരിച്ചു. അങ്ങനെ കുറേ നേരം ഇതിങ്ങനെ തപ്പും, ഇതിങ്ങനെ എല്ലാവർക്കും ഉണ്ടാവും എന്ത് കാണും ഇങ്ങനെ തപ്പി അവസാനം എനിക്ക് കൺഫ്യൂഷനായി, ഒന്നും കാണാനില്ല. ഡ്രാമ എനിക്കെപ്പോഴും ഇങ്ങനെ ഫീൽ ഗുഡ് ആയിട്ടുള്ള സാധനങ്ങൾ കാണുന്നതാണ് ഇഷ്ടം. അപ്പോൾ ഡ്രാമാസ് ഒക്കെ കണ്ടു കഴിഞ്ഞു. പിന്നെ ഞാനൊരു പൊട്ടാറ്റോ ലാബ് എന്ന് പറഞ്ഞിട്ട് ഒരു സാധനം കണ്ടിട്ട് തീരുന്നില്ല. അപ്പോൾ അതും കുറച്ച് കണ്ടു. പിന്നെ ഞാൻ എഴുതാൻ വേണ്ടിയിട്ട് നിന്നു. പിന്നെ എനിക്ക് അങ്ങോട്ട് തലവേദന തുടങ്ങിയത് അങ്ങോട്ട് തീരെയില്ല. ഞാൻ പിന്നെ എഴുതുന്ന അത്ര ഷോർട്ട് എടുത്തിട്ടില്ല, നിങ്ങളും കൂടെ എന്തിനാ ബോറടിപ്പിക്കണമെന്ന് കരുതിയിട്ട് ലാസ്റ്റ് എനിക്ക് തലവേദന വരാൻ തുടങ്ങി, കരച്ചിലൊക്കെ വരിക. എഴുതിയിട്ട് തീരാതെന്ന് വിചാരിച്ചിട്ട്. പിന്നെ ഇപ്പം ഞാൻ എഴുതുന്ന സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ ടെലിവിഷൻ റൈറ്റിംഗ് ഫോർ ടെലിവിഷൻ എന്ന് പറഞ്ഞിട്ടുള്ള സബ്ജക്റ്റാണ്. അപ്പോൾ ഇതിൽ ഞാൻ പറഞ്ഞില്ല, സോപ്പ് ഓപ്പേര ഉണ്ടാക്കാൻ പറഞ്ഞത് ഈ മാമായിരുന്നു. പക്ഷേ സോപ്പ് ഓപ്പേര ഉണ്ടാക്കാൻ ആരും ക്ലാസ്സിലില്ല, ഇൻറ്റേൺഷിപ്പായിട്ട് പോയില്ലേ. അപ്പം അപ്പം ഞങ്ങൾ 7 സ്ക്രിപ്റ്റ് എഴുതണം. 7 എപ്പിസോഡിൻ്റെ സ്ക്രിപ്റ്റ്, അത്യാവശ്യം നല്ല ലോങ്ങുള്ള സ്ക്രിപ്റ്റ് ആയിരുന്നു. ഒരു സാധനം തന്നെ 4-5 പേജ് അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പോൾ അത് എഴുതി ഒരു പ്രാന്ത. ഈ മാം കുറച്ച് സ്ട്രിക്റ്റാണ് കമ്പാരിറ്റീവ്ലി ബാക്കി ടീച്ചേഴ്സിനെ വെച്ച് നോക്കുമ്പോൾ ഈ മാം കുറച്ച് സ്ട്രിക്റ്റാണ്. അപ്പോൾ ഇത്രയും നേരം എഴുതിയിട്ട് ഞാൻ ഇത്ര കട്ടിയാക്കി എഴുതി. ഇത്രയും എഴുതിയിട്ട് ഇതെന്നെ ഓൾമോസ്റ്റ് നല്ല ഇതന്നെ ഞാൻ ഇടക്കിടക്ക് മുണിങ്ങിയാണ് എഴുതിയത്. എനിക്ക് എല്ലാം കൂടെ എഴുതാൻ മടിയായിട്ട്. അപ്പോൾ തന്നെ 1 മണി ആയിട്ടുണ്ടായിരുന്നു. പിന്നെയും കുറച്ചും കൂടെ ടൈം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതാണ് എൻ്റെ കയ്യിൻ്റെ അവസ്ഥ. എനിക്കറിയില്ല, കൈ ഇങ്ങോട്ട് എന്താ പറയുക, കയ്യിൻ്റെ ബലം പോയ പോലെ സ്റ്റക്കാവില്ല, അതേപോലെ ഭയങ്കര വേദന, എവിടെ തൊട്ടാലും വേദന, അങ്ങനത്തെ ഒരവസ്ഥ. ആ ഒരു വിരലുണ്ടല്ലോ, അപ്പോൾ പറയാനൊന്നുമില്ല അതിനെപ്പറ്റി എനിക്ക്.
പിന്നെ ഞാൻ നേരെ കട്ട് ചെയ്തിട്ട് ഒട്ടിക്കാൻ വേണ്ടിയിട്ട് നിന്ന് എഴുതി കഴിഞ്ഞപ്പം ഇതിലും നേരത്തെ നിങ്ങൾ കണ്ട പോലെ തന്നെ മേ ബി സീരീസ് ഒക്കെ കാണാൻ പറ്റും. ഞാൻ ഒരു സംഭവം ഒരു ക്യാരക്ടർ ഡെവലപ്മെൻറ്റിന് എഴുതാണ്ടിരുന്നു. അപ്പോൾ ഞാൻ മിസ് മാച്ചറ്റിലെ ഒരു സംഭവമാണ് എഴുതിയത്. ഇത് പിന്നെ ഫസ്റ്റ് നമുക്ക് ചാനൽസ് ഉണ്ടല്ലോ, ഹിന്ദി ചാനൽസ് ഉണ്ടല്ലോ ഫേമസ് ആയിട്ടുള്ള, ഓരുടെ അനലൈസ് ചെയ്തിട്ട് എഴുതാനുള്ളതുണ്ടായിരുന്നു. സ്റ്റാർ പ്ലസ്, ZTV, കളേഴ്സ്, ഓരോ എന്തൊക്കെ പ്രോഗ്രാംസാണ് ഫേമസ് ആയത് അതൊക്കെ നമുക്ക് അനലൈസ് ചെയ്തിട്ട് എഴുതാണ്ടായിരുന്നു. അത് എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിക്ക് ഇത് ആക്ച്വലി ഞാൻ ഫസ്റ്റ് ഇൻറ്റേർണൽസിന് എഴുതിയതാണ്. പക്ഷെ അന്ന് ഞാൻ ഫോട്ടോ ഒട്ടിച്ചിട്ടില്ല. ഫോട്ടോ ഒട്ടിക്കാൻ ടൈമില്ല, കാരണം കുറേ ഉണ്ടായിരുന്നു എഴുതാനും. അപ്പോൾ അതിനുള്ള ചീത്ത കേട്ടിട്ട് ഞാൻ പിന്നെ ഇപ്പോഴാണ് ഞാൻ IA2 പ്രാക്ടിക്കലിന് പോകുമ്പോഴേക്കാണ് ഞാൻ ഫോട്ടോ ഒട്ടിക്കണത്. അങ്ങനെ അതൊക്കെ ഒട്ടിച്ച് കഴിഞ്ഞ് പഠിച്ചോനായ തമ്പുരാനെ എൻ്റെ കൈ പോയി. ഈ കൈ ആ കൈയുള്ള ഡിഫറൻസ് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. എനിക്കാണെങ്കിൽ ഉറക്കം വന്നിട്ട് ഞാൻ ക്ലാസ്സിൽ നിന്ന് തിരിച്ചു വന്നിട്ട് ഞാൻ ഫേസ് പോലും കഴുകിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം അങ്ങനെ ഫേസ് കഴുകാത്തതുകൊണ്ട് എനിക്ക് അപ്പം തന്നെ ഓൺ ദ സ്പോട്ട് രാത്രിയല്ല 3 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പം തന്നെ കുരു വന്ന്. ഇനിയിപ്പോൾ എന്തായാലും ഞാൻ പോയി കിടന്നുറങ്ങട്ടെ. പിറ്റേ ദിവസമാണ് എനിക്ക് ഫെയർവെല്ലുള്ളത്. അപ്പോൾ ഓക്കെ, ബൈ ഗൈസ്.